ഈ ഒരു കാര്യം അമ്മയെ കൊണ്ട് കളഞ്ഞിട്ട് നല്ല നരക്കാത്ത ഒരു അമ്മയെ കൊണ്ട് നിർത്തും. അച്ചാച്ചോട് പറയണ്ട, നീ ക്ലോസ് എടുക്കും. അത് മൈൻഡ് ആക്കണ്ട, അതങ്ങനെ. അച്ചാച്ചി 100% ചെക്കന്റെ ക്ലോസ് ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് അമ്മ മതിയെ. മനസാക്ഷിയുള്ളൂ അവളെ. അവൾക്ക് പറ്റത്തില്ല. അത് എങ്ങോട്ടാ പറ്റുമ്പോ എങ്ങോട്ടാണ് ആര് വന്നാലും നിനക്ക് ചിലപ്പോ ഞാൻ ഇത്ര ഞാൻ പറഞ്ഞല്ലേ ബാക്കി ചക്ക കുറിച്ച് തരാമോ? എനിക്ക് ചാകിരി തന്നാ മതി. ചകിരി തിന്നെ വെച്ചാൽ ചകിരി തന്നു കളയും. ചക്ക വേണ്ട. അപ്പടെ ചക്ക കുഞ്ഞവിടെ ഇടൂ. ചക്കപ്പഴം തിന്നാൻ വേണാ. എല്ലാരും അങ്ങോട്ട് കയറിപ്പോ കയറിപ്പോ. എടാ അരക്ക് പറ്റൂടാ മാറാ. എടാ ഇതെന്തോ ഒരു കരച്ചിൽ ഇവിടെ മിക്കവാറും അത് അണ്ണാണിയുടെ ഇന്ന് ഈ വെയിലുള്ളത് ഇവിടെ വെയിൽ. ഞാനൊന്ന് കൊടൈക്കനാൽ പോകുന്നുണ്ട്. എന്താ ചെരുപ്പേരാ ചെരുപ്പേരാ എന്റെ ചെരുപ്പ വണ്ണാണിയിൽ ചെരുപ്പ് എവിടെ കാണൂല. അതെന്റെ ഒരു ചക്ക മുറിക്കാണെന്ന് ഇതങ്ങനത്തേതാ. ഇന്നലെ തൊട്ടിങ്ങനെ ഇരിക്കുമല്ലേ. മോളെ പാകത്തങ്ങാണ് ഇരിക്കത്തില്ല. ഭഗത്തിനെ താഴെ കൊണ്ട് കിട്ടിയില്ല. മുറിക്കത്തില്ല. നല്ല സൂപ്പർ ചക്കപ്പഴമാടാ. എനിക്കൊരു തുണ്ടി തന്നാൽ ഞാൻ തന്നെ തിന്നോളാം. നീ അങ്ങനെ ഓരോ ചോളയാക്കട്ടെ. മുറിച്ച് അരക്കും കളഞ്ഞ് ചേർത്ത് തുണ്ടി ഞാൻ കൊടുക്കും. ഞാൻ അതായി ശ്രമിച്ചോണ്ടിരിക്കുന്നത്. നല്ലോണം അങ്ങ് ചെത്തിയാൽ മതി മണ്ട. ആ വടിയും കൊണ്ടാകോ എവിടെയോ പാത്ത് വെച്ചു. അവിടെ വെയിലാ. അങ്ങനെ നമ്മൾ പട്ടിക്കൂട് കഴുകുകയാണ്. നമ്മളല്ല കുഞ്ഞാവ. ആടാ ഇവിടെയൊക്കെ ഒന്ന് കഴുകിത്താടാ മണ്ണ് പോവാൻ. അങ്ങനെ ഇവിടെ നമ്മുടെ പട്ടിക്കൂട് മെഷീൻ വെച്ച് കഴുകുക. ഇതിനകത്ത് പലക ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലും കടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ ബോക്സ് വെച്ച് കിടക്കുന്നത് ടൈലിന് തണുപ്പാണ്. അപ്പോൾ ആ ബോക്സേ കയറി കിടന്നോളൂ. ഇപ്പം നമുക്ക് ആ ബോക്സിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ബോക്സ് വെച്ചേക്കുന്നത്. ഉമ്മച്ചനെ ഇങ്ങോട്ട് വന്നേടി. നിന്നെ കൂടെ പിടിച്ചൊരു കൂട്ടിലിടട്ടാടാ. പണി ചെയ്യുന്നുണ്ടാണ്. എൻ്റെ കോലമാകെ മാറിയല്ലോ. ഇപ്പോൾ ഒരു തേങ്ങ വീണു. ആ നമുക്കങ്ങനെ ഒരു തേങ്ങയിൽ പിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഒരു തേങ്ങ വീണ് കിട്ടി. തേങ്ങ വറുക്കാൻ വന്ന അങ്ങനെ 2 തേങ്ങ കിട്ടി.
നാളെ തേങ്ങയുടെ ആൾ വരും. അപ്പോൾ അതുവരെയുള്ള 2 തേങ്ങ നമുക്ക് കിട്ടി. ഞങ്ങൾ കാപ്പിക്കുരു പറിക്കാൻ പോവാണേ. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കാപ്പി നിൽപ്പുണ്ട്. നമ്മൾ കാപ്പിയരി പറിക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ കാപ്പിക്കുരു പറിച്ചെടുക്കാം. നമുക്ക് ഒരുപാട് കാപ്പി കൃഷിയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ കാപ്പി കുറ്റി കാപ്പിയല്ല, നല്ല ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് വെട്ടിയിട്ട് പറിക്കലേ നടക്കത്തുള്ളൂ. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ഇതുപോലെ ആയിക്കോളും. അടിയിൽ വലിയ ചാക്ക് തുന്നിയിട്ട് വലിയ ഇതാക്കിയിട്ട് അങ്ങ് വിരിക്കും. എന്നിട്ട് പിന്നെ കയറി നിന്നങ്ങ്, പക്ഷെ ഇതുപോലെ വലിയ ഹൈറ്റിൽ പോകില്ല കേട്ടോ. അങ്ങനെ പടർന്ന് നമുക്ക് കയറി നിന്നാലും പൊട്ട് വീഴാത്ത രീതിയിലാണ് നിൽക്കുക. ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ തകർക്കല. ഇതൊക്കെ എസ്റ്റേറ്റിൽ ഉണ്ണിമാമനില്ലേ അവിടെ. ഞങ്ങളപ്പോൾ ചേമ്പ് പുഴുങ്ങാൻ പോവാണ്. കാപ്പിക്കുരുമൊക്കെ പറിച്ചു കഴിഞ്ഞ് കട്ടൻ ചായയും ചേമ്പും ഉണക്കമീൻ വറുത്തതും ചമ്മന്തി. ഡേ മാറി നടി ഇനി മാറിക്കിടി അതെ. നമ്മളൊരു പറഞ്ഞ അപ്പാവളും വഴക്കും. അമ്മൂൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ പരീക്ഷിച്ചതാ. അയ്യേ. അപ്പോൾ മറ്റേ സൂത്രധാരനകത്തെ ബിന്ദുപ്പണിക്കരെ പോലെ ഉണ്ട്. അപ്പം അമ്മൂൻ്റെയും അണ്ണാണിയുടെയും 6ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ ഭയങ്കര പണിയിലായിരുന്നു കേട്ടോ, ഒത്തിരി പണിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു കോലം. ഒരുപാട് പണിയായിരുന്നു. എല്ലാം കഴിഞ്ഞതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല, പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത് അമ്മൂൻ്റെ അണ്ണാണിയുടെ 6ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ പോവും, വയനാട് പോവും. വയനാട് നിന്ന് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വരുമോയെന്ന് അറിയത്തില്ല, ആടിനൊക്കെ ഇട്ടിട്ട് വരുമോയെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെ ഉത്സവവും കാര്യങ്ങളും പിന്നെ ന്യൂ ഇയറൊക്കെ വയനാട്ടിൽ തന്നെയാണ്. അപ്പോൾ കിടുവിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെന്താന്ന് പറയാനെന്ന് വെച്ചാൽ, അപ്പം നാളെയാണ് ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യണം. ഞങ്ങൾ രാവിലെ പോകുന്നത് കൊണ്ട് ഇന്ന് വൈകിട്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡിന്നർ ആയിക്കോട്ടെ എന്ന് കരുതി ചെറിയൊരു എൻ്റെ തന്നെ ഒരു ബിരിയാണി സ്ഥിരമായി ഉണ്ടാക്കി ഞാൻ കുളവാക്കാറുള്ള ആ ഒരു ബിരിയാണി വെക്കാനാണ് പ്ലാൻ. വൈകിട്ട് എന്തോ ഗാനമേള ഏതാണ്ടുണ്ട്, ജിറ്റാർ. അപ്പോൾ അതിന് പോകണമെന്നൊക്കെ അണ്ണാണി പറയുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഞങ്ങളപ്പോൾ രാത്രി കേക്കും കട്ട് ചെയ്ത് ഫുഡും കഴിച്ച് ഇന്ന് ഉടുപ്പൊക്കെ ചെളിയാണ്. ഇന്നങ്ങ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ നാളെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി. മണിയമ്മ ഇവിടെ ഇല്ല. മണിയമ്മയുടെ വീട്ടിൽ പോയേക്കോ. ഇന്നലെ പോയതാണ്, ഇന്ന് വന്നിട്ടില്ല, നാളെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ നാളെ ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റാവും. ഞങ്ങൾക്ക് നേരത്തെ പോകണം. അപ്പോൾ ഞാൻ ഒറ്റ സാധനമില്ല, എല്ലാ സാധനങ്ങൾ വീട്ടിലേക്കുള്ള എല്ലാ പലവ്യഞ്ജന സാധനങ്ങളും തീർന്നിരിക്കും. ഇനി അത് വാങ്ങിക്കാൻ പോകണം. ആ കൂട്ടത്തിൽ നമ്മൾ ബിരിയാണിക്കുള്ള സാധനവും കൂടെ മേടിച്ചിട്ട് വരും. കേക്ക് ഇന്ന് കിട്ടുമോ എന്നറിയത്തില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കണ്ണനെ പറഞ്ഞു വിട്ട് നോക്കട്ടെ. ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞെങ്കിലേ കിട്ടുള്ളൂ. അയ്യോ, സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ചാച്ചി അങ്ങനെ ആയിക്കോട്ടെ പോയിട്ടോ. അങ്ങനെ ഒക്കെ അരിഞ്ഞിരിക്കുന്നു.
ഓ പോക ചിക്കൻ ആവുന്നു, ചോറാവുന്നു. പക്ഷെ ചോറ് വാർക്കണമെങ്കിൽ കുഞ്ഞാവയോ സുലോമയോ ആരെങ്കിലും വരണം. ചോറെന്ന് വാർത്താലും കൈ പൊള്ളും. അതുകൊണ്ട് ഇവരാരെങ്കിലും എനിക്കൊന്നും അരി ഊറ്റി തരുന്നത്. അങ്ങനെ ചോറ് വറ്റിച്ചെടുക്കുമല്ല, ഊറ്റിയെടുക്കുവാണേ. ആരോ വന്നല്ലോ, ബെല്ലടിക്കുന്നു. ഏത് നമ്മൾ മലേഷ്യയിലെ ഉടുപ്പോ ലൈറ്റ് കത്തുന്നേ? അതാണോ ഇന്നിടുന്നേ? നമ്മളെവിടെ പോവാ? നമ്മള് നാളെ എന്തുവാ? നാളെ അമ്മുൻ്റെ അച്ഛയുടെ വെഡിങ് ആനിവേഴ്സറിയാ. കല്യാണം കഴിഞ്ഞ 6 വർഷമായി. ഇന്ന് കഴിഞ്ഞ നാളെ. അത് കഴിച്ചിട്ട് പോവാ. വെഡിങ് ആനിവേഴ്സറി കഴിക്കുന്ന സാധനമാ. അത് കഴിച്ചിട്ട് വന്നു നാളെ. അമ്മോ, നമ്മൾ നാളെ വെഡിങ് ആനിവേഴ്സറി, എന്നാൽ നമുക്കത് കഴിച്ചിട്ട് പോകുന്നു. ബിരിയാണി തരട്ടെ? ഉണ്ടല്ലോ. വേണ്ടേ? കള്ള അതിയല്ലേ വേണമെന്ന് പറഞ്ഞ്. അപ്പൊ വിളമ്പി തരട്ടെ? എന്നാ വേണ്ട. വേണോ? എടാ കള്ള. ആവി ഉണ്ടായിരുന്നു ആദ്യം. എന്തൊരു കൊഞ്ചല്. പൊരിച്ച കോഴിയുടെ മണം. മുട്ട വേണ്ടെന്നാണോ വേണ്ടാന്നാണോ? വേണോ? അപ്പ വെച്ചതായോണ്ട് അപ്പ വാരി തരണോന്ന്. അതെന്താ നിനക്ക് തന്നെ കഴിച്ച? അച്ചാറ് പപ്പടം ആണോ? അച്ഛ വാരി തരാൻ പറഞ്ഞാലോ? അവനറിയാം അച്ഛ വാരി കൊടുക്കാതെ ഇവിടെ ഇടിനാശം വെള്ളപ്പൊക്കം നടക്കുന്നു. അതെന്തിനാ? സൂപ്പറാ. അതെന്തുവാ? മതി കിട്ടി വീഡിയോയില് കിട്ടി. ഇനി മാത്രം നിർത്തട്ടെ. സൂപ്പറാ, അടിപൊളിയാ. എന്റെ ബിരിയാണിയുടെ ഒരു ആരാധകൻ. അതെ. ഞങ്ങളെല്ലാവരും കൂടെ ഗാനമേള കാണാൻ പോവാണ്. കണ്ണനുണ്ട്, കുഞ്ഞാവയുണ്ട്, സുലുമ്മയുണ്ട്, പിന്നെ കിടു അണ്ണാണിയും അമ്മും കൂടെ ബൈക്കിന് വരും. എല്ലാവരും കൂടെ കാറിൽ കൊള്ളൂല, അതുകൊണ്ട് ഞങ്ങൾ പോകണം. അപ്പം അച്ചാച്ചി മാത്രമേ ഉള്ളൂ ഇനി വീട്ടിൽ. ഞങ്ങൾ പോയിട്ട് വരാം. മനുഷ്യനെ ദ്രോഹിക്കുവാൻ എല്ലാ മതങ്ങളും പറയുന്നത് സ്നേഹത്തിന്റെ, നന്മയുടെ, സാഹോദര്യത്തിന്റെ പാഠമാണ് നമ്മളിലേക്ക് പകർന്നു വെക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമുക്ക് പഴയകാല നടി പോകുന്ന കണ്ടില്ലേ? നമ്മുടെ അയൽക്കാരന് ആശ്വാസം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ ആ ഭവനങ്ങളിൽ അത് ഉണ്ടാകും. അതേപോലെ ഐസ്ക്രീം തിന്നുന്ന അമ്മയും കാണിച്ചേ രണ്ടുപേരും. അതോട് ചേർന്ന് നിൽക്കുന്ന ദൈവിക പദ്ധതിയുടെ എല്ലാ വ്യാപാരങ്ങളെയും ഭൗതികമായും ആധ്യാത്മികമായും ജീവിക്കുന്ന വിശ്വാസ സമൂഹമാണിത്. അത് നമുക്ക് പിൻബലമായി നിൽക്കട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്.
കർത്താവിന്റെ സഹോദരങ്ങളെ, ഈ ഒരു വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ സംബോധന ചെയ്യുവാൻ ദൈവം തന്ന ആ മഹാ അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്കി കേക്ക്. ഇവനോട് സർപ്രൈസ് ഒന്നും പറയാം. രാത്രി ഉറങ്ങണ്ടേ ഇവൻ? അപ്പേ ഉറങ്ങല്ലേ? അമ്മ വരുമ്പോ നമുക്ക് മുറിക്കണ്ടേ? ഉറങ്ങി അതല്ല, എന്നോട് രാത്രി പറ അപ്പേ അപ്പൊ ഉറങ്ങിക്കോ, ഞാൻ അമ്മ വരുമ്പോ വിളിക്കാന്ന്. ഞാൻ ഉണർന്നിരിക്കാന്ന്. ഉറങ്ങുന്നില്ല. ആരാ മുറിക്കുന്ന കിടു? മുറിച്ചോ? നമ്മൾ പാടാ. എന്തോ പാടുന്നേ? എന്നാ ഹാപ്പി ബർത്ത്ഡേ പാടാ. എല്ലാത്തിലും ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പാടുള്ളൂ. കത്തി തിരിഞ്ഞു പോയോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. പാടിയിടൂ. ടു യു. പാട്ടില്ലെങ്കിൽ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ഏ കൈ കൊട്ടിയില്ല നീ. കിടു വെട്ടിക്ക് കൂട്ടരുത്. കണ്ണ മേടിച്ചു വെട്ടറാ. നിനക്ക് വേണമെങ്കിൽ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഓക്കെ. താങ്ക് യു. ഓക്കെ. കിടുവിന്റെ എന്നാ കിടു വെഡിങ് ആനിവേഴ്സറി? വെള്ളിയാഴ്ച. ഇതൊക്കെ വാരി അങ്ങ് തരും. മണിയമ്മയ്ക്ക് കൊടുക്കണം.